അത് വളരെ മോശമായ ആരോപണം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അത് സാരമില്ല, അത് ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറ്റു കാര്യങ്ങൾ, നാടിൻ്റെ പുരോഗതി, നാട്ടുകാർക്കുണ്ടായിട്ടുള്ള നന്മകൾ, ഞാനുമായിട്ട് ഇടപെടുമ്പോഴുള്ള ആ ഒരു സ്നേഹബന്ധം, അത് നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അത് വിഷയദാരിദ്ര്യം കൊണ്ട് യു ഡി എഫുകാർ ഉന്നയിക്കുന്നതാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് വിഷയദാരിദ്ര്യമാണ്. കാരണം വികസനം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. വികസനം ഉണ്ട് ഇഷ്ടം പോലെ. അതായത് ഒരു ചവിട്ടടിയിൽ നിന്ന് 500 മീറ്റർ ചുറ്റളവിൽ നോക്കിയാൽ തന്നെ വികസനമുണ്ട്. ഈ റോഡുകളെല്ലാം ഇപ്പോൾ പണം അനുവദിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളാണ്. ഈ ചെറിയ റോഡുകളാണ് ഈ കാണുന്നതല്ല. അപ്പോൾ ഗ്രാമീണ റോഡുകളെല്ലാം നവീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മളിങ്ങനെ നവീകരിക്കുക. പ്രധാന റോഡുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, ഇങ്ങനെ ഒരു മേഖലയും വിട്ടുപോകാതെ എല്ലാവരും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അംഗൻവാടി പോകുന്നിടം തൊട്ട് വളർന്ന് +2-നെത്തി അങ്ങനെ അവരുടെ ജീവിതം ഒരു 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 തുടർച്ചയായി നമ്മളത് ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. ആരോഗ്യകാര്യങ്ങൾ, ആശുപത്രികളെല്ലാം നവീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം മരുന്നുകളുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, നല്ല സ്റ്റാഫുണ്ട്, എല്ലാ കാര്യങ്ങളും. അതെല്ലാം ജനങ്ങൾ തൃപ്തരാണ്. കാരണം എന്തെങ്കിലും ഒരു അസുഖം, മാരകമായൊരു അസുഖം, കൂടിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിൻ്റെ പുറകിൽ MLA ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് UDF വേണ്ടി വോട്ട് പിടിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അവയവ മാറ്റമടക്കമുള്ള ശസ്ത്രക്രിയകൾ നടക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് സഹായിക്കാൻ ഒരു UDF അന്ന് കണ്ടില്ല. അന്ന് ഗണേഷ് കുമാറിനെ മറക്കരുത്. ഗണേഷ് കുമാറിൻ്റെ അപ്പീൽ, ഈ ഇവരെ സഹായിക്കണം, സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരെ സഹായിക്കണം, ഗണേഷ് കുമാറിൻ്റെ അപ്പീലിലൂടെ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ അനേകം കോൺഗ്രസ്സുകാരുണ്ട്. ഞാൻ LDF നിൽക്കുമ്പോൾ തന്നെ. അത് മറക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോർക്കും, ജനങ്ങളതോർക്കും. ഒരിക്കലും ജനങ്ങൾ അവരോർത്തില്ലെങ്കിലും, ഒരുപക്ഷെ എന്നെ എതിർക്കുന്ന ആ വ്യക്തി ഓർത്തില്ലെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കും. ആരാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചത്? അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളോട് ചോദിച്ചാൽ അവർ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് ഈ പണം ശേഖരിക്കാൻ പോലും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരതൊക്കെ സമീപിച്ചപ്പോൾ ഞാൻ ചെയ്ത സഹായം അവർ മറക്കാതിരുന്ന അവർക്ക് നല്ലത് ദൈവത്തിൻ്റെ മുമ്പിൽ. ഒരു കടുത്ത പോരാട്ടത്തിന്റെ പ്രതീതി പത്തനാപുരം മണ്ഡലത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ? പ്രതീതി എന്ന് പറയുന്നത് പണക്കൊഴുപ്പിൻ്റെ പ്രതീതിയാണ്. എൻ്റെ എതിർ സ്ഥാനാർത്ഥി വൻതോതിൽ പണം ചെലവഴിക്കുകയാണ്. അത് കഴിഞ്ഞ ഇലക്ഷനിലും വൻതോതിൽ പണം ചിലവഴിക്കുന്നു. എൻ്റെ കയ്യിൽ അങ്ങനെ ചിലവാക്കാൻ പണമില്ല അത്രയൊന്നും. ഞാൻ എൻ്റെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ സഹായിച്ചിട്ടാണ് ഇലക്ഷൻ നയിക്കുന്നത്. അല്ലാതെ ഞാനിതിൻ്റെ പേരിൽ പിരിവൊന്നും എടുക്കാറില്ല, ആരെയും ശല്യം ചെയ്യാറില്ല. അങ്ങനെ പണമിടപാടുകളില്ലാത്ത ആളാണ് ഞാൻ. ആരോടും ബിസിനസ്സൊന്നുമില്ല. അപ്പം എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, പരിചയക്കാരും സഹായിക്കുന്നതും അല്ലാതെ ഞാൻ പൊതുവായി ഇറങ്ങി പിരിവെടുക്കലും ബിസിനസ്സുകാരെ ശല്യം ചെയ്യലും എന്നുള്ള ആളല്ല. അപ്പോൾ എനിക്കൊരു ലിമിറ്റുണ്ട്. പക്ഷേ ആ ലിമിറ്റിനപ്പുറത്തേക്ക് അവർ പണം ചിലവഴിക്കുന്നത് എവിടെ നിന്നാണെന്നറിയില്ല. വൻതോതിൽ പണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥാനാർത്ഥി ചിലവഴിച്ചിരുന്നു, ഇപ്പോഴും ചിലവാക്കുന്നു. അദ്ദേഹം ധനികനായിരിക്കാം, ഞാൻ ധനികനല്ല. സ്ഥാനാർത്ഥികളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കും അപ്പുറം ഉമ്മൻചാണ്ടിയും കുടുംബവും പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്? ഇല്ല, അതൊന്നുമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറയാം. ഇപ്പോൾ വേണ്ട. അത്തരത്തിലൊരു വിവാദമില്ല. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെതിരെ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്ന് ദൈവം തമ്പരാൻ അറിയാം. അത് അനുസരിച്ചായിരിക്കും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഞാൻ അപ്പോഴും നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് പറയാം. വന്നത് ഈ പ്രളയം അത് മനുഷ്യനിർമ്മിതമാണ് എന്നൊരു കാര്യം ഇപ്പോൾ വാർത്തകളിൽ നിന്ന് എന്താണ് തോന്നുന്നത്? അതൊക്കെ അവരുടെ പാർട്ടിക്കകത്തുള്ള ചെറിയ പിണക്കങ്ങളായിരിക്കും. പിന്നെ AI നിർമ്മിതമാണെന്ന് പറയപ്പെടുന്നു. സത്യാവസ്ഥ എനിക്കറിയത്തില്ല. ഞാനും TV കണ്ടുള്ള അറിവേ ഉള്ളൂ. ഒരിക്കലും കേരളത്തിലെ, ഞാൻ ഒരു കാര്യം പറയാം, UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ ഭരണാധികാരികളോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും മനുഷ്യൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് കൃത്രിമമായ ഒരു പ്രളയം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വ്യക്തിപരമായ പിണക്കം കൊണ്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരിക്കും. പക്ഷേ മാത്യു ടി തോമസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മനുഷ്യത്വപരമായി പെരുമാറുന്ന ഒരാളാണ്. വളരെ മാന്യനായ വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ, മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്കറിയത്തില്ല. കേരളത്തിലെ ഒരു പാർട്ടിയിലും വെച്ച ഒരു രാഷ്ട്രീയക്കാരനും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇദ്ദേഹം പിന്നെ ആരോപണം ഉന്നയിച്ച MLA, അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം ഈ വാർത്ത 5 വർഷത്തെ നിയമസഭയിലുണ്ടായിട്ടും അവിടെ ഉന്നയിച്ചില്ല? അവിടെ ഉന്നയിച്ചിരുന്ന വലിയ തീ പടരില്ലായിരുന്നു. നിയമസഭയിൽ അവസാന നിയമസഭാ സമ്മേളനത്തിൽ വിഷയദാരിദ്ര്യം കൊണ്ട് നിയമസഭ ബഹിഷ്കരിച്ചു പോയപ്പോൾ ഒരു ദിവസം അവിടെ ഇരുന്നിട്ട് ഇതൊന്നും ഉന്നയിക്കാമായിരുന്നില്ലേ? അന്ന് ശ്രീ കൃഷ്ണൻകുട്ടി അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ. അന്നെന്താ ഉന്നയിക്കാത്തത്? ഇതിപ്പോൾ ഇലക്ഷന് തലേദിവസം കൊണ്ടുവന്നിട്ട് പഴയ ഒരു കാര്യം, ആ പ്രളയം കഴിഞ്ഞ് കോവിഡ് വന്ന് അതിനെയും മുഖ്യമന്ത്രി വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങളോടൊപ്പം നിന്ന് നേരിട്ടു. പ്രളയത്തെ നേരിട്ടു, കോവിഡിനെ നേരിട്ടു, വയനാട്ടിലെ ദുരന്തത്തെ നേരിട്ടു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി ചെയ്തതിന് ശേഷം ഇപ്പോഴിത് പറയുന്നത് ഒരർത്ഥവുമില്ല. അത് കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ആരെങ്കിലും തമ്മിൽ സംസാരിച്ചതൊന്നും ഒരു വിഷയമല്ല. അതിൻ്റെ ആധികാരികത എന്താണ്?
അതിൻ്റെ പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം ഇവിടെ അതിനെപ്പറ്റി നേരത്തെ പല പരിസ്ഥിതി പ്രവർത്തകരും ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി അതിൻ്റെയൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ പഴയ ഒരു കാസറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ കേൾപ്പിച്ച് വെച്ച് ഇലക്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ദുഷ്ടലാക്കാണ്. ഇദ്ദേഹം പിന്നെ സ്ഥിരമായി നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ ആരോപണമെല്ലാം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊളിഞ്ഞിട്ടുമുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഒരു കാര്യം, അദ്ദേഹത്തിനോട് എനിക്ക് നല്ല സ്നേഹമുള്ളൊരു സുഹൃത്താണ്, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഇപ്പോഴും മൂവാറ്റുപുഴ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പണിത് കൊടുത്ത് ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം, എനിക്ക് അദ്ദേഹത്തെ അഭിപ്രായ വ്യത്യാസമുള്ളത്, കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് മന്ത്രിമാരുടെയും മറ്റുള്ളവരെയും കുടുംബാംഗങ്ങളെ വലിച്ചടിക്കുന്ന ഒരു പതിവില്ല. വീട്ടുകാര്യം വീട്ടിലും രാഷ്ട്രീയം രാഷ്ട്രീയത്തിലും എന്ന് ചിന്തിക്കുന്നവരാണ്. അതിൽ നിർബന്ധമായി ഇദ്ദേഹം നിരന്തരമായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ, നിയമസഭാ പ്രസംഗങ്ങൾക്ക് ഡിഫമേഷൻ കൊടുക്കാനൊക്കത്തില്ല. അതിന് ഉപയോഗിച്ച സമയം എന്തുകൊണ്ട് അദ്ദേഹം ഇതിനുപയോഗിച്ചില്ല? അപ്പോൾ ഇതൊരു കെട്ടുകഥയാണ്. ഈ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കെട്ടുകഥകളാണെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതും ഒരു കെട്ടുകഥയായിട്ട് ജനങ്ങൾ കണ്ടാൽ മതി. UDF ആകെ അങ്കലാപ്പിലാണ്. കാരണം ജനങ്ങൾ അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന, അവർക്ക് ഉപകാരം ചെയ്യുന്ന, അവരെ നാടിനെ വളർത്തുന്ന, അഴിമതിയില്ലാത്ത ഒരു സർക്കാരിന്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്കാർ വേണം കേരളം ഭരിക്കാൻ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് UDFനെയും നേതാക്കളെയും വെകിളി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെയോ പറയാണ്. കാരണം ലോകത്ത് ഇതുപോലെ പ്രളയം, ഇതുപോലെ മഴ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഒരു ഭാഗത്തും ഇതുപോലെ മഴ ഉണ്ടായിട്ടില്ല. ആ മഴയെപ്പറ്റിയൊക്കെ നമുക്കറിയാം. നമ്മൾ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അതിനെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭരണകൂടവും, ഞാൻ ആ മന്ത്രിസഭയിൽ അംഗമൊന്നുമല്ല, പക്ഷേ ഭരണകൂടവും നേരിട്ടതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുള്ള അഭിപ്രായമുണ്ട് ലോകത്ത്. അതുപോലെ കോവിഡിനെ ഏറ്റവും ശുഷ്കാന്തിയോടെ അത് ഹാൻഡിൽ ചെയ്യുന്നൊരു അഭിപ്രായം ലോകത്തിന്, അത് കേരളത്തിലല്ല, ലോകത്തിനുണ്ട്. ലോകാരോഗ്യ സംഘടന പോലും അത്ഭുതത്തോടെ കാണുന്ന രീതിയിലാണ് കൈകാര്യം. അപ്പോൾ അത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ കരിവാരി തേക്കാൻ ഇത് വ്യാജ നിർമ്മിതമാണെന്ന് ശ്രീകൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കുന്ന ആളാണ്. അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസിൻ്റെ നിലവാരം തകരുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ എടുക്കാം, സ്ഥാനാർത്ഥിക്കെതിരെ വികസനമില്ലെന്നോ സ്ഥാനാർത്ഥിയെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനോ അവർ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു മതേതര ജനാധിപത്യവാദിയാണ്. ഞാൻ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അധികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജാതി ചോദിക്കുകയോ പറയുകയോ രാഷ്ട്രീയം ചോദിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്നെക്കുറിച്ച് വളരെ നികൃഷ്ടമായ ഭാഷയിൽ സ്ഥാനാർത്ഥി തന്നെ പ്രസംഗിക്കുന്നത് ദയനീയ സ്ഥിതിയാണ്. അതിനൊന്നും നമ്മൾ മറുപടി പറയണം. അതിന് മറുപടി ജനങ്ങൾ പറയും. പത്തനാപുരത്തെ ജനങ്ങൾ അതിൻ്റെ മറുപടി പറയും. വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിനാണ് 24-നൊപ്പം ഇത്രയും നേരം സംസാരിച്ചത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.